എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ചില വീഡിയോസ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം അതൊന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ. അസമിലും വ്യാപക ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പാനിഗാവിലെ സ്കൂളിലേക്ക് അതിക്രമിച്ച് കയറി ക്രിസ്മസ് ട്രീ കത്തിച്ചു. ജയ് ശ്രീരാം, ജയ് ഹിന്ദുരാഷ്ട്ര മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു ആക്രമണം. ഇതേ പരിപാടിയായിട്ട് പാലക്കാടും വന്നു. കണ്ടല്ലേ വീഡിയോ? ഇതേ പരിപാടിയായിട്ട് സംഘികള് എന്ത് ചെയ്ത് പാലക്കാടും വന്ന് അവിടെ പരിപാടി നടത്താൻ പറ്റൂല, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്, അവർക്ക് ജയശ്രീരാം വിളിക്കണം, അങ്ങനെ പലതും പറഞ്ഞു നോക്കി. പക്ഷേ അവർക്ക് വെച്ചു. ഇതിന് ശബ്ദിക്കാന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ ഒരു ലീഗുകാരനും ഒരു കോൺഗ്രസുകാരനും ചങ്കൂറ്റം കാണിക്കൂല. നമ്മളെ കുട്ടികളെ പരിപാടി നടത്തിയാണ് കാണിച്ചു കൊടുത്ത്. ഒന്ന് കണ്ടു നോക്കി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒന്നും കൂടി കാണേ. ഇതാണ് കമ്മ്യൂണിസ്റ്റ്, ഇതാവണം കമ്മ്യൂണിസ്റ്റ്. ഇതിനാണ് ഈ പ്രസ്ഥാനത്തെ ഇവിടെ താങ്ങി നിർത്തുന്നത്. ഇത് പല സമയങ്ങളിലും ബീഫിന്റെ പ്രശ്നം വന്ന സമയത്തും ഇങ്ങനെ ഓരോ സമയങ്ങളിലും നമ്മളിത് തുറന്ന് കാണിച്ച് അവർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല, സംഘികൾ ഇവിടെ പുല്ല് വിലയാണ്, ഒരു ചുക്കും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്റെ ഇടത്തോടെ ആണായിട്ട് ഉയർത്തി നിന്ന് സംസാരിക്കാന് ഞങ്ങൾക്കൊരു നേതൃത്വം ഉണ്ടോ. അതാണ് ഞങ്ങളെ ഇരട്ടച്ചങ്കൻ, തന്റെ ഇടത്തോടെ സംസാരിക്കാന്. ഇന്നാളെ അമിത്ഷാ വന്നിട്ട് പറഞ്ഞല്ലോ വലിച്ച് താഴേക്കിടുന്ന്. അതിന് നമ്മളെ പിണറായി സഖാവ് കൊടുത്തൊരു മറുപടി ഉണ്ട്, ഒരു മാസ് ഡയലോഗ്. അതാടാ പിണറായി, അതാണ് ഞങ്ങൾ ഇരട്ടച്ചങ്കൻ ആളുകളെ കയ്യിലാണ് ഏൽപ്പിക്കേണ്ടത്. അല്ലാതെ ഒരു ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് 3-4 ആള് കേരളത്തിൽ വന്ന ഒരു പ്രഖ്യാപനം. അപ്പൊ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് നിങ്ങൾ കളിക്കണ കളി വലിച്ചിട്ട് താഴെ താഴെയുന്ന തലയിൽ മണ്ട് കുത്തേണ്ടി വരും. അതിനൊന്നുള്ള ശേഷി യാതൊരു